അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗെയിമർ മച്ചാൻ. അപ്പം നമ്മളിന്ന് വന്നേക്കുന്നതെന്ന് വെച്ചാൽ ഇതായിരുന്നു ജമ്പ് ആൻഡ് സ്ലൈഡിൻ്റെ പാർട്ട് 3 ആണെന്ന് തോന്നുന്നു ഗൈസ്. പാർട്ട് 3 കൊണ്ടാണ് ഗൈസ് നമ്മൾ വന്നേക്കുന്നത്. എന്തായാലും നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഗെയിം കുറേ വ്യൂസ് എല്ലാം കിട്ടിയായിരുന്നു ഗൈസ്. അപ്പം നമുക്കിത് ഒന്നും കൂടെ നമ്മുടെ കയ്യിലിപ്പം 2 ബില്യൺ ഉണ്ട് ഗൈസ്. അതായത് നമുക്ക് വിങ് കൊണ്ട് പോവാം. അതിനുമ്പേ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ കളി കണ്ടായിരുന്നല്ലോ ഗൈസ്. നമുക്ക് എത്ര പെറ്റിനെ കിട്ടിയെന്നറിയാം. മിസ്റ്റീരിയസ് ഒരു 2 ലെജൻഡറിയും ഒരു മിസ്റ്റീരിയസും കിട്ടി ഗൈസ്. പിന്നെ 2 മിസ്റ്റീരിയസ് ഉണ്ട് കേട്ടോ. ഇതാ ഈ 2 ചുമന്നത്. പിന്നെ ഇവിടുത്തെ ഏറ്റവും ലാസ്റ്റത്തെ ക്രൗൺ ക്യാറ്റ്. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് കിട്ടിയ. നമ്മുടെ ബാക്കിൽ അവരെല്ലാവരും കൂടെ നിൽക്കുന്നുണ്ട് ഗൈസ്. പടയാളി ചെയ്യുന്നു നമ്മുടെ പുറകെ ഇഴഞ്ഞു വരും ഗൈസ്. നമുക്ക് എന്തായാലും ഓട്ടോ ക്ലെയിം കൊടുക്കാം, അല്ല ഇപ്പോഴൊന്നും എത്തൂല വണ്ടിക്ക് ഗൈസ്. ഇപ്പം തന്നെ നോക്കിയേ 30 ബില്യൺ അടുത്തായി. ആ 30 ബില്യൺ കഴിഞ്ഞു. അപ്പം ഗൈസ് ഞാൻ കുറച്ച് പോയിട്ട് കാണാം, അല്ലെ കുറേ ലോങ് ആണ് ഗൈസ്. ഒരു വീഡിയോ ഭയങ്കര ലോങ് ആയിട്ട് ഒരു രസമില്ല ഗൈസ്. അതുകൊണ്ട് കുറച്ച് ലോങ് ആവുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് കട്ട് ചെയ്യട്ടെ. അപ്പം ഗൈസ് എന്തായാലും 200 കഴിഞ്ഞിട്ടുണ്ട്. 230 അടിച്ചു. അപ്പം അതിന് മുമ്പ് വീഡിയോ സബ് ചെയ്യാത്തവർ എല്ലാവരും സബ് ചെയ്തു, അടിച്ചു പൊട്ടിച്ചേരും, ലൈക്കെല്ലാം അടിച്ചു പൊട്ടിച്ചേരും. പിന്നെ കമൻ്റ് എല്ലാം ചെയ്തേക്ക് ഗൈസ്. സോറി, കമൻറ്റ് ചെയ്യണം. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തേക്ക് ഞാൻ കളിക്കുന്ന വീഡിയോ. അപ്പോൾ നമുക്ക് എന്തായാലും ചാടാം ഗൈസ്. ഒരു 300 ബില്യൺ ആവട്ടെ ഗൈസ്, എന്നിട്ട് ചാടാം. സെറ്റാവും. 3, 2, 1 ഗോ. 301 ബില്യൺ ആയപ്പോൾ ചാടി ഗൈസ്. 454.43 ബില്യൺ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും ഇവിടുന്ന് അടുത്ത വിങ് എടുക്കുക ഗൈസ്. ഹാർഡ് വിങ് എന്ന് പറഞ്ഞൊരു വിങ്ങാണ് ഗൈസ്. അടുത്തത് എടുത്തു. അടുത്തെടുക്കണമെങ്കിൽ ട്രില്യൺ വേണോ അറിയില്ല ഗൈസ്. നമ്മളിതാ 2 വിങ് എടുത്തു. ഈ വിങ്ങിൻ്റെ പേരൊന്ന് നോക്കട്ടെ ഗൈസ്. ഫസ്റ്റ് എടുത്ത വിങ് ഹാർഡ് വിങ് ആയിരുന്നു. പിന്നെ നമ്മൾ പാർട്ടി വിങ് എടുത്തു ഗൈസ്. പാർട്ടി വിങ് അതാണ് ഇത്. പാർട്ടി വിങ് മറ്റേ പോപ്പറെല്ലാം തെറിക്കുന്ന പോലെ കണ്ടില്ലേ? പാർട്ടി വിങ്ങാണ് ഗൈസ്. ഇനി എത്ര സ്പീഡുണ്ട് ഗൈസ്. ഒയ്യോ, ജെറ്റ് വിടുന്ന പോലെ ഗൈസ് പോകുന്നേ. എന്തായാലും നിങ്ങൾ ലെഫ്റ്റ് സൈഡ് നോക്കി കാണാം. ഞാൻ ആകാശത്തോട് പറന്നു പോകുന്നേ. ബാക്ക്ഗ്രൗണ്ട് മഞ്ഞയാണ് ഗൈസ്, കണ്ടില്ലേ? എന്തായാലും കൊള്ളാം ഗൈസ്. പാർട്ടി വിങ് നമ്മളിപ്പോൾ തന്നെ ഒരു ട്രില്യൺ അടിക്കുമെന്നാണ് ഗൈസ് തോന്നുന്നത്. ട്രില്യൺ അടിക്കൂല, ഒരു 500 ബില്യൺ അടിക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ അതെല്ലാം സെറ്റാവും. നമ്മൾ ഏകദേശം ടോപ്പിലെത്താനായി. നമ്മൾ പറഞ്ഞ പോലെ ഗൈസ് നമ്മൾ ടോപ്പിലെത്തി. നമ്മൾ പറഞ്ഞ പോലെ തന്നെ 552 ബില്യണുമായി ഗൈസ്. എന്തായാലും ഗൈസ് നമ്മൾ 5 വിങ് എടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ഒരു വട്ടം കയറിയാൽ മതി, 5 വിങ് കിട്ടും ഗൈസ്. എന്തായാലും 5 വിങ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഒറ്റ ചാടാം. എത്ര ബില്യൺ കിട്ടും? അയ്യോ, എല്ലാവരും റെഡിയല്ലേ? ചാട്. ഓ ഗൈസ്, ഫൈനലി ഒരു ട്രില്യൺ അടിക്കാനായിരുന്നു, പക്ഷെ അടിച്ചില്ല ഗൈസ്. ഗൈസ് അടുത്തെടുക്കണമെങ്കിൽ ട്രില്യൺ വേണമെന്നാണ് തോന്നുന്നത്. എന്നാ ഗൈസ് നമുക്ക് അതെടുത്തിട്ട് പോവാം. അതിന് മുമ്പ് പോണം. എനിക്കൊരു എഗ്ഗ് ഹാച്ച് ചെയ്യണമായിരുന്നു. അപ്പോൾ നമുക്ക് എത്ര ബില്യൻ്റെ? 450 ബില്യൻ്റെയാ ഗൈസ്. നമുക്ക് എന്താ 450 ബില്യൻ്റെ ഹാച്ച് ചെയ്താലോ? അല്ല വേണ്ട ഗൈസ്, നമുക്ക് വിങ് എടുത്തിട്ട് ഹാച്ച് ചെയ്യാം. അല്ലെ പിന്നെ അടുത്ത സ്ഥലത്തോട്ട് പോകുമ്പോൾ നമുക്ക് കുറേ കഷ്ടപ്പെടേണ്ടി വരും. കഷ്ടപ്പാടൊന്നുമില്ല ഗൈസ്. ഇത് പയ്യെ അഴിഞ്ഞായാലും ഭയങ്കരമായിട്ട് കിട്ടും ഗൈസ്.
അതൊക്കെ അത്രയേ ഉള്ളൂ. നമ്മുടെ പെറ്റ്സ് കാരണമാണ് നമുക്ക് ഇത്രയും പൈസ കിട്ടുന്നത് ഗൈസ്. പിന്നെ പടയാളി സെറ്റായി വരുന്നുണ്ട് ബാക്കിൽ കൂടെ. അപ്പം എന്തോ ഗിഫ്റ്റ് ഉണ്ട് ഗൈസ് ഇവിടെ. 94 മില്യൺ കിട്ടിയിട്ടുണ്ട്, 188 മില്യണും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാര്യമൊന്നുമില്ല, ബില്യൺ വേണം ഗൈസ്, ബില്യൺ. അപ്പോൾ ടയേർഡായി തുടങ്ങി ഗൈസ്. എന്തായാലും നമ്മളവിടെ എത്താനായിട്ടുണ്ട്. ഇവിടെ അടുത്ത 5 വിന്നെടുക്കാം ഗൈസ്. അപ്പോൾ ടോട്ടൽ 10 വിന്നെടുത്തു ഗൈസ്. എന്തായാലും നമുക്ക് താഴോട്ട് ചാടാം. നമ്മൾ താഴെ എത്തിയപ്പം 2.5 ട്രില്യൺ കിട്ടിയിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് വിങ് എടുക്കാൻ പറ്റുമോ, അതാണ് ടാസ്ക്. വിങ് എടുക്കാം ഗൈസ്. നമ്മൾ ഫൈനലി 1 ട്രില്യൺ കൊടുത്ത് നമ്മുടെ വിങ് എടുത്തിരിക്കുന്നു. നമുക്ക് 450ൻ്റെ ഹാച്ച് ചെയ്യാം ഗൈസ്. എങ്ങനെ ഉണ്ടായിരിക്കും? ഒയ്യോ, നമ്മൾ ഹാച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഓ മൈ ഗോഡ്, ഫസ്റ്റ് തന്നെ ഒരു എപ്പിക്ക് കിട്ടി ഗൈസ്. എപ്പിക്ക് കാര്യമുണ്ട് ഗൈസ്, എപ്പിക്ക് കിട്ടിയ കാര്യമുണ്ട്, എനിക്കറിയാം. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യേ. ഒരു റെയർ കിട്ടിയിരിക്കുന്നു, ഡാർക്ക് ബേർഡ് എന്ന് പറഞ്ഞ്. എനിക്ക് പൈസ ഇല്ല ഗൈസ്. അപ്പം നമുക്ക് അടുത്തത് 2 ബില്യൻ്റെ ചെയ്യാം. 2 ബില്യൺ ചെയ്യുമ്പോൾ എന്തെങ്കിലും നല്ലത് കിട്ടിയാൽ മതിയായിരുന്നു ഗൈസ്. ഫൈനലി ഗൈസ് നമുക്ക് എന്തോ അടിച്ചായിരുന്നല്ലോ ഗൈസ്. 1 മിനിറ്റ് നോക്കട്ടെ ഗൈസ്. ഗൈസ് സീക്രട്ട് ആയിട്ടുള്ളത് അടിച്ചു ഗൈസ്. യൂ ബ്രോ, വാത്ത പൈററ്റ് ഒക്ടോബസ് എന്ന് പറഞ്ഞ എന്തൊരു ലക്കാൻ നോക്കി നിങ്ങൾ ഗൈസ്. തീപ്പൊരി സാധനം കിട്ടേ കിട്ടി. ഉയ്യോ സീക്രട്ട് ഗൈസ്, എന്തായാലും കിടിലൻ. നമുക്ക് കൊള്ളാം. പിന്നെ നമ്മുടെ വിങ് ഉണ്ടോ ഗൈസ്, പുതിയത് എടുത്തതാ ഗൈസ്. ഇതെങ്ങനെ ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. ഡ്രാഗൺ 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 ഈ എന്തായാലും അടിച്ചത് കൊള്ളാം ഗൈസ്. അത് കിടിലായിരുന്നു. ഒരു ഫ്ലൈയിങ് കാറ്റിൽ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ആയിട്ടുള്ള ക്രൗൺ കാറ്റ് കിട്ടി. അപ്പം കൊള്ളാം ഗൈസ് എല്ലാം. ഗൈസ് എന്തൊരു ലക്കാന്ന് നോക്കി നിങ്ങൾ. ലക്ക് എന്ന് പറഞ്ഞാൽ മുതു ലക്ക്. ഗ്രീൻ ഫ്ലൈയിങ് ഡ്രാഗൺ കിട്ടി ഗൈസ്, ഇമ്പോർട്ടൽ. അത് ഇമ്പോർട്ടൽ ഗൈസ്. ലക്ക് എന്ന് പറഞ്ഞാൽ ഇമ്മാതിരി ലക്ക് ആർക്കെങ്കിലും കിട്ടുമോ ഗൈസ്? ഒയ്യോ, നമ്മൾ ബാഗിൽ പോയി എല്ലാം സെറ്റാക്കട്ടെ. എനിക്ക് ബെസ്റ്റ്. ഓ ഗൈസ് ഇമ്പോർട്ടൽ കിട്ടി. ഇമ്പോർട്ടൽ കിട്ടി ഗൈസ്. 1 മിനിറ്റ് നിൽക്കേ. 3.56% ചാൻസ് ഉള്ള ഗ്രീൻ ഫ്ലൈയിങ് ഡ്രാഗണെ കിട്ടി. പിന്നെ ഗൈസ് 1% ഉള്ള പൈററ്റ് ഒക്ടോബസിനെ കിട്ടി ഗൈസ് നമുക്ക്. നിങ്ങളെ ഞാൻ നേരത്തെ കാണിച്ചല്ലോ, അത് 1% ചാൻസ് ഉള്ളതാണ് ഗൈസ്. 1% എന്തൊരു ലക്കാന്ന് നോക്കി നിങ്ങൾ. ഒയ്യോ ഗൈസ്, എല്ലാവരും ലൈക്കും സബ് ചെയ്ത്. നിങ്ങളുടെ സപ്പോർട്ടും കൊണ്ട് ഇങ്ങനെയെല്ലാം കിട്ടുന്നതാണ് ഗൈസ്. അപ്പോൾ ലൈക്ക് അടിച്ച് പൊട്ടിച്ചേരും എല്ലാവരും, സബ് ചെയ്ത് തരേ. കിടിലൻ അതും സീനാ ഗൈസ്. അയ്യോ, എന്തായാലും ഹാച്ച് ചെയ്ത് നന്നായി ഗൈസ്. ഇതാ എത്ര ലെജൻഡറിയും മിസ്റ്റീരിയസും സീക്രട്ടും അയ്യോ ഇമ്പോർട്ടലും ഗൈസ്. സെറ്റ് ഗൈസ്, ഒന്നും നോക്കണ്ട, എല്ലാവരും ലൈക്ക് അടിച്ചോ. ഇനി 3% ചാൻസ് ഉള്ള ഇമ്പോർട്ടൽ ഡ്രാഗൺ ഫ്ലൈ കിട്ടി ഗൈസ്. നിങ്ങൾ നോക്ക്, കാണിച്ചു തരാം ഗൈസ്. ഇതാ 2 എണ്ണം കണ്ടോ. ഇതാ ഗ്രീൻ ഫ്ലൈയിങ് ഡ്രാഗൺ ഇമ്പോർട്ടൽ 3% ചാൻസ് ഉള്ള ഗൈസ്. 3% ഗൈസ്. എന്തൊരു ലക്കാന്ന് നിങ്ങൾ നോക്കിയേ. നമ്മൾ ഇനി ഹാച്ച് ചെയ്യും ഗൈസ്. ഹാച്ച് ചെയ്ത് പൊട്ടിക്കേ. പ്രാവശ്യം ഒരു നല്ലത് കിട്ടിയാൽ മതിയായിരുന്നു ഗൈസ്.
സയ്യ കാറ്റ് എന്ന് പറഞ്ഞതോ നല്ലതാ. ഫ്ലൈയിങ് കാറ്റൊന്നും നമുക്ക് വേണ്ട. നമുക്ക് ലെജൻഡറി കിട്ടി ഗൈസ്, അത് കുഴപ്പമില്ല ഗൈസ്. ഇതുക്കും മേലെ എപ്പിക്ക് പിന്നെയും അതുക്കും മേലെ. വേഗം കറക്ക് ഗൈസ്. നമുക്ക് മിസ്റ്റീരിയസ് ആയിട്ടുള്ള ക്രൗൺ ക്യാറ്റ് കിട്ടി ഗൈസ്. 7% ചാൻസ് ഉള്ള മുതലക്ക് ഗൈസ്. പിന്നെ കിട്ടിയില്ല. നമുക്ക് എന്തായാലും ടെലിപ്പോർട്ട് ചെയ്യാനായോ ഗൈസ്? 10 വിന്ന് കിട്ടിയിരിക്കുന്നു. ഇപ്പോൾ ടെലിപ്പോർട്ട് ചെയ്യാൻ ഇനി അൺലോക്ക് ചെയ്യാൻ 20 വിൻസ് വേണം ഗൈസ്. ഞാൻ എന്തായാലും 20 വിങ്സ് എടുക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ പവറൊന്ന് കാണിക്കട്ടെ. ഈ വിങ്ങിൻ്റെ ഒരു പവർ നോക്കാം. ഗായ്സ് പറക്കുന്ന ഫ്ലാഷിനെ പോലെ. എന്ത് ചെയ്യാനാ, പവർ കൂടിയില്ലേ? അയ്യോ, ഡ്രാഗൻ്റെ തലയെല്ലാം നോക്കിയേ ഗായ്സ്. ഇപ്പം തന്നെ 1 ട്രില്യൺ അടിച്ചു ഗൈസ്. 1 ട്രില്യൺ. അയ്യോ, നമ്മളിന്ന് പൊളിക്കും ഗൈസ്. ഹാച്ച് ചെയ്ത് 1 ട്രില്യൺ അടിച്ചു. നമുക്ക് ഇനി 2 വട്ടം കൂടെ ടവർ ചാടിക്കടന്നാൽ മതി. അടുത്ത സ്ഥലത്തോട്ട് ടെലിപ്പോർട്ട് ചെയ്യുന്ന സമയമാകും ഗൈസ്. അപ്പോൾ എന്തായാലും 2 പ്രാവശ്യം എടുത്തിട്ട് കാണാം ഗൈസ്. അതിനിൽ നമ്മളിതാ രണ്ടാമത്തെ വിന്നെടുക്കാം. അല്ല, രണ്ടാമത്തെ അല്ല, 20ാമത്തെ വിന്നെടുക്കാൻ പോവാണ് ഗൈസ്. ഫൈനലി നമ്മൾ 20 വിൻസ് എടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ താഴോട്ട് ചാടാം ഗൈസ്. ഫൈനലി നമ്മളിതായി എത്ര 20 വിൻസ് എടുത്തു ഗൈസ്. നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് ടെലിപ്പോർട്ട് ചെയ്യാനായി. അതിന് മുമ്പേ ഗൈസ് ഒരു സംഭവം കൂടെ ചെയ്തിട്ട് പോകും. വിങ് എടുക്കണം. എടുത്തു. ഇനി നമുക്ക് ഒരു വട്ടം കൂടെ ഒന്ന് ഹാച്ച് ചെയ്യാം ഗൈസ്. അയ്യോ, ഒരു വട്ടം ഹാച്ച് ചെയ്യാം, എന്നിട്ട് പോവാം ഗൈസ്. അടുത്ത സ്ഥലത്ത് എങ്ങനെയായിരിക്കും ഹാച്ച് ചെയ്യണ്ടേ? അയ്യേ, പൊട്ട സാധനം കിട്ടി. നമുക്ക് പോവാം ഗൈസ്. ഇവിടെ നിൽക്കണ്ട ഇനി. അടുത്ത സ്ഥലത്തോട്ട് ടെലിപ്പോർട്ട് ചെയ്യാണ് ഗൈസ്. ഇത് കുറേ സ്ഥലമുണ്ട് കേട്ടോ ഗൈസ്. അയ്യോ, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. പുതിയ സ്ഥലം എത്തിയില്ലല്ലോ. അയ്യോ, ഞാൻ വിചാരിക്കുന്നു ഇതെന്താ ആദ്യത്തെ സ്ഥലം തന്നെ. ഗൈസ് എത്തിയോ? 1 മിനിറ്റ്. നമ്മൾ അൺലോക്ക് ആക്കിയില്ലേ? ഗൈസ്, നമ്മൾ അൺലോക്ക് ആക്കി. നമ്മൾ പോയില്ലായിരുന്നു. ഫൈനലി നമ്മളിവിടെ എത്തി ഗൈസ്. ഇവിടെ വിങ്മാനെല്ലാം ഉണ്ട് ഗൈസ്. ഇവിടെ എഗ് ഹാച്ച് ചെയ്യുന്ന സംഭവമൊന്നുമില്ലേ? ക്രാഫ്റ്റ് ടൈറ്റൻ പെറ്റ്സ് ഹിയറാ ആ സംഭവം. എഗ് ഹാച്ച് ചെയ്താ 25 ക്യൂവാ. 350 ട്രില്യണാ ഗൈസ്. ഇതെല്ലാം നമ്മൾ എപ്പോൾ എത്താനാ? അതിന് മുമ്പ് ഇവിടെ എന്താ സംഭവം? ഇവിടെ എന്തോ ക്രാഫ്റ്റ് ടൈറ്റൻ എന്നല്ലേ എഴുതിയിട്ടുണ്ട്. അതൊന്നും നമുക്ക് നോക്കണ്ട. നമുക്ക് എന്തായാലും ഈ വിങ് കൊണ്ട് അങ്ങ് പോവാം. ബെസ്റ്റ്. എഴുതുന്ന പോലെ. പക്ഷെ നിങ്ങൾ നോക്കിയാൽ പൈസ കിട്ടും. നോക്ക്, മണി പൈസ. പൈസ ഇതൊക്കെ അത്രയേ ഉള്ളു ഗൈസ്. നമ്മൾ പൈസ നേടിക്കൊണ്ടിരിക്കുക. ഇപ്പം തന്നെ 20 ട്രില്യൺ ആയി. അടിച്ചു. ഇനി എന്ത് വേണം ഗൈസ്? ചാടാ. എന്തായാലും അടുത്ത വിങ്ങെല്ലാം എടുക്കും ഗൈസ്. ഇതുക്കും മേലെ പോവും. അത് വേറെ കാര്യം. എന്തായാലും അടുത്ത വിങ് എടുക്കണമെങ്കിൽ എത്ര വേണം ഗൈസ്? കാണിക്കുന്നില്ല അത്. ആയില്ല. എന്തായാലും നമുക്ക് അടുത്ത വിങ് എടുക്കാനുള്ള പൈസ ആക്കിയിട്ട് കാണാം ഗൈസ്. 6 ട്രില്യൺ ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത വിങ് എടുക്കാനായി. നമ്മൾ അടുത്ത വിങ് എടുത്തിട്ടുണ്ട്. ഫൈനലി അടുത്ത വിങ്. എനിക്ക് തോന്നുന്നു സൂപ്പർമാൻ്റെ വിങ് ആണ് ഗൈസ്. എൻ്റെ പവറെല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടെ. അത്യാവശ്യം സ്പീഡിൽ പോകുന്നുണ്ട് ഗൈസ്. കഴിയുന്നേക്കാട്ടും കുറച്ച് സ്പീഡിൽ പോകുന്നുണ്ട് ഇപ്പോൾ.
ഗൈസ് ബൂസ്റ്റ് ഇവൻറ്റിൻ 17 സെക്കൻഡാ എന്തോ ഇവന്റ് നടക്കാൻ പോവാണെന്ന് തോന്നുന്നു ഗൈസ്. ആ സമയമാകുമ്പോൾ നമുക്ക് ഇറങ്ങാം, എന്നാൽ കൊള്ളായിരിക്കും. അയ്യോ അയ്യോ ബൂസ്റ്റ് ഇവന്റ് ആണെന്നാണ് തോന്നുന്നേ. ഇവന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇവന്റിനെയും കാണുന്നില്ലല്ലോ. എന്തായാലും അടുത്ത വിങ് വാങ്ങാൻ പൈസ ആയാ അടുത്ത വിങ്ങും വാങ്ങി ഗൈസ്. അപ്പൊ നമ്മൾ അടുത്ത വിങ്ങും വാങ്ങി. ഓ സെറ്റ്, നമ്മള് റിച്ച്. അതിന് മുമ്പ് എന്തോ ഗിഫ്റ്റ് ഉണ്ട് ഗൈസ്. 714 വിങ്സ് അല്ല, ട്രില്യൺ. ഇതിനെക്കാട്ടും മുമ്പേ വിങ്ങെല്ലാം ഒന്ന് എടുക്കട്ടെ ഗൈസ്. 1 മിനിറ്റ്. ഇവിടെ 350 ട്രില്യൺ കൊടുത്താൽ ഹാച്ച് ചെയ്യാൻ പറ്റും. അതിന് മുമ്പ് ഇവിടുന്ന് ഇതെടുക്കട്ടെ. അയ്യേ പൈസ ഇല്ല ഗൈസ്. അത് സംഭവം. എന്നാൽ നമുക്ക് ഹാച്ച് ചെയ്യാം. അത് വേറെ കാര്യം. പൈസ ഇല്ലെങ്കിൽ പിന്നെ എന്നാത്തിന് നമ്മൾ ഹാച്ച് ചെയ്യും. വെസ്റ്റ് ബാഗ് ഫുള്ളാന്ന്. ബാഗിൽ നിന്ന് കുറച്ച് പെറ്റിനെ കളയണം. എത്ര ലെജൻഡറിയാ വന്നേക്കുന്നതെന്ന് നോക്കിയാൽ ഡിലീറ്റ് ചെയ്യേണ്ടതല്ല, ഇങ്ങനെ കളയണം ഗൈസ്. ഇതിനെല്ലാം കളയണം. പൊട്ട ഇതിനെ കളയണം. ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇതൊക്കെ അത്രയേ ഉള്ളൂ. ഇനി ഹാക്ക് ചെയ്യാൻ പറ്റുമോ? ഇപ്പം പറ്റുന്നുണ്ട്. ഗോൾഡൻ ഡോഗാ ഇനി ഹാക്ക് ചെയ്യേണ്ട ഗൈസ്. നമ്മുടെ ഉള്ള പൈസയും കൂടെ പോവും. ഇനി ബാഗ് ഫുള്ളായിട്ടാണോ ഗൈസ് ഇത് എടുക്കാൻ പറ്റാത്തത്? അല്ല ഗൈസ്, മണി ഇല്ലാത്തതുകൊണ്ടാണ്. അത്ര മണിയില്ല നമുക്ക്. എന്തായാലും നമുക്ക് പോവാം, ഇതുകൊണ്ട് തന്നെ പോവാം. ഗൈസ് അത്യാവശ്യം നല്ല സ്പീഡുണ്ട് ഇതിന്. നമുക്ക് കൊള്ളാം ഗൈസ്. ഇത് ബാക്കിൽ വാളും പരിചയം പിടിച്ചോണ്ട് ഒരാൾ വരുന്നുണ്ടോ? നമ്മളെ കുത്താതിരുന്നാൽ നല്ലതാ. 444 ട്രില്യൺ ഉണ്ട് ഇപ്പോഴും. നമുക്ക് ഒന്ന് ഹാച്ച് ചെയ്യാം. പണ്ടത്തെ കഴിഞ്ഞ ടവറിലെ പവറെല്ലാം പോയി ഗൈസ്. ഇപ്പോഴത്തേക്ക് ടെലിപ്പോർട്ട് ആയപ്പോൾ പവറെല്ലാം കുറഞ്ഞു. ഹാച്ച് ചെയ്യുന്ന പവറെല്ലാം പോയി. ഫുള്ള് റെയറായ സാധനങ്ങളാണ് കിട്ടുന്നത്. പവർ തിരിച്ച് കൊണ്ടുവരും ഗൈസ്. നമ്മൾ വൺ ഡേ കൊണ്ടുവരും പവർ. നമ്മുടെ ബാഗിൽ ഇതാ കിടക്കുന്ന നോക്കി നിങ്ങളിപ്പോൾ. വണ്ടയ്ക്കത് പോയാൽ കാണാം ഗൈസ്. മൂൺഡോഗ് എപ്പിക്ക് നമുക്ക് 65 മില്യൺ കിട്ടും. ഡാർക്ക് ബേർഡ് റെയർ അതും കിട്ടും 32 മില്യൺ. പ്രൈവറ്റ് ഒക്ടോബസ് ടോപ്പ് 1%. സീക്രട്ട് ഗൈസ്. പിന്നെ ഇത് റെയർ ഐസ്. അപ്പോൾ എനിക്ക് ബെസ്റ്റ് കൊടുത്താൽ ഗായ്സ്, നമ്മളിൽ ഈ റെയർ എന്ന് വെച്ചാൽ മോശമായിരുന്നെന്നായിരുന്നു വിചാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം നോക്കിയാൽ 390 മില്യൺ പെർ സെക്കൻഡ് കിട്ടും ഗൈസ്. ഇതുകൊണ്ട് സീക്രട്ടിനെക്കാട്ടും കൂടുതൽ കിട്ടും ഈ റെയറിന്. ഈ സ്ഥലത്ത് ടെലിപ്പോർട്ട് ആകുമ്പോൾ ഞാൻ എക്യുപ് ബെസ്റ്റ് കൊടുത്തപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് വന്നേ. എന്തായാലും കൊള്ളാം. ഇനി നമുക്ക് നല്ലോണം പൈസ കിട്ടാൻ തുടങ്ങും. കണ്ടില്ലേ, നേരത്തേനെക്കാട്ടും കൂടുതൽ പൈസ കിട്ടുന്നുണ്ട് ഗൈസ്. നിങ്ങൾ നോക്കിയേ, കൗണ്ട് ചെയ്ത് നോക്കിയേ, കണ്ടില്ലേ? എന്തായാലും അത് കിട്ടില്ല, ഞാൻ ചെക്ക് ചെയ്തത്. ഫൈനലി എത്ര 754 ട്രില്യൺ ആയിട്ടുണ്ട്. വിങ് മേടിക്കാൻ പറ്റുമോ? പക്ഷേ ഈ വിങ്ങിന് മാത്രം എന്തോ പ്രത്യേകത ഉണ്ടെന്ന് തോന്നുന്നു. പൈസ ആയിട്ട് മേടിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ സ്പീഡിൻ്റെ ചിഹ്നം അവിടെ കൊടുക്കുന്നതുകൊണ്ടൊന്നും മനസ്സിലാവുന്നില്ല ഗൈസ്. എന്തായാലും ഒരു വട്ടം കൂടെ പോട്ടെ. എത്ര വട്ടം ട്രില്യൺ കയറുന്നത് നോക്കിയേ. കുറച്ചും കൂടെ പോയിട്ട് കിട്ടിയില്ലേ, ഞാൻ വിങ്ങിനെ കത്തിക്കും. അതുറപ്പാ ഗൈസ്. കത്തിക്കും എന്ന് പറഞ്ഞാൽ കത്തിക്കും. 1.29 ക്യൂ ആയി ഗൈസ്.
ഇനിയെങ്കിലും മേടിക്കാൻ പറ്റിയ കൊള്ളായിരുന്നു. ഇപ്പം മേടിക്കാൻ പറ്റി. ഇതിൻ്റെ വിങ്ങിൻ്റെ പേര് ചോദിച്ചില്ലല്ലോ അവരോട്. ഫ്ലാറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞ വിങ്ങാണ് ഗൈസ്. അടുത്തത് ഫാളൻ ഏഞ്ചൽ 1 എന്ന് പറഞ്ഞൊരു വിങ്. അത് നമുക്കിപ്പോൾ തന്നെ ആക്കാൻ പറ്റും. അതിന് മുമ്പേ ഇതും കൊണ്ടൊന്ന് റൈഡ് പോവാം. അയ്യോ അയ്യോ പവർ കേറുന്ന കണ്ടോ ഗായ്സ്. കൂടട്ടെ, അങ്ങനെ കൂടട്ടെ. എന്തായാലും സെറ്റായി. ഫൈനലി ആ വിങ് മേടിക്കേണ്ട കറക്റ്റ് പൈസ എന്ന് വെച്ചാൽ കറക്റ്റ് കോയിൻ കിട്ടി. നോക്കിയാ അയ്യേ ഗൈസ്, കറക്റ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ആവുന്നില്ല. നിങ്ങൾ നോക്ക്, കറക്റ്റായി. നോക്ക്, ഞാൻ നിൽക്കുമ്പോൾ നിങ്ങൾ താഴോട്ട് കാണുക. 2:10 ക്യൂ കറക്റ്റായി ഗൈസ്. ഈ ഗെയിമിൽ എന്തോ കുഴപ്പമുണ്ട്. ഞാൻ ഒന്നും കൂടെ ചാടിയിട്ട് പറ്റാം ഗൈസ്. മനുഷ്യനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയാ. ഫൈനലി ഈ വിങ് എടുത്തിട്ടുണ്ട്. ഓ ഗൈസ്, എന്തോ ഗ്ലിച്ചാണെന്ന് തോന്നുന്നത്. ഗ്ലിച്ചൊന്നുമില്ല. അപ്പം ഇതിൻ്റെ പേരെന്ന് വെച്ചാൽ ഫാളൻ ഏഞ്ചൽ 1 എന്ന് പറഞ്ഞൊരു വിങ്ങാണ് ഗൈസ്. ഇതും കൊണ്ട് ഞാനൊന്ന് പോട്ടെ, എന്നിട്ട് 2-3 എഗ്ഗ് ഹാച്ച് ചെയ്യാൻ അത്ര പൈസ ആവണം. നമ്മളെന്തായാലും ഹാച്ച് ചെയ്തിട്ടേ പോകത്തുള്ളൂ ഗൈസ്. ഇനി ഗൈസ് നല്ല പവറുണ്ട്. എന്തായാലും ഹാച്ച് ചെയ്തിട്ട് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. പെട്ടെന്നൊന്നങ്ങ് ടോപ്പിലെത്തും. ഫൈനലി 1.25 ക്യൂ ആയി ഗൈസ്. ഇത് ചാടാ. അയ്യോ അയ്യോ 1.59 ക്യൂ ആയി ഗൈസ്. എന്തായാലും ഇവിടെ നിന്ന് എടുക്കാം ഗൈസ്, ഹാച്ച് ചെയ്യാം. ഏതായാലും ടോപ്പ് സീക്രട്ട് കിട്ടിയാലോ. റെയർ ആയിട്ടുള്ളത് കിട്ടി ഗൈസ്, അത് കൊള്ളാം. എപ്പിക്ക് ഗോൾഡൻ ക്യാറ്റ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. പിന്നെ എത്ര വട്ടം ഹാച്ച് ചെയ്യുന്നേ. പിന്നെ ഇതാ കഴിഞ്ഞു ഗൈസ്, ഹാച്ച് കഴിഞ്ഞു. അപ്പം ഹാച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ബാഗിൽ പോയിട്ട് എക്യൂപ്പ് ബെസ്റ്റ് കൊടുക്കാം. ബെസ്റ്റ് കൊടുക്കുമ്പോൾ ഈ ഗൈസ് എപ്പിക്കെന്ന് വെച്ചാലേ 1.20 ബില്യൺ വെച്ച് തരും. മുതലക്ക് ഗൈസ്, ഇന്ന് ഫുള്ള് മുതലക്കായിരുന്നു ഗൈസ്. ഇനി അടുത്ത വീഡിയോ കാണാം. അതിനു മുമ്പ് എല്ലാവർക്കും ബൈ ബൈ. നിങ്ങൾക്കിത് ഹറാമായിരിക്കും, എനിക്കിത് ഹലാല.